ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദു ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ 18 അടവുകളും പയറ്റുകയാണ് മതമൗലികവാദ സർക്കാർ. അഭിഭാഷകർ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ജനുവരി 2 മാറ്റി. ചിറ്റോഗ്രാം കോടതിയാണ് നീട്ടിവെച്ചത്. അഭിഭാഷകൻ പോലും തീവ്രമായ രൂപത്തിൽ മർദ്ദനമേറ്റുന്ന ICUവിലാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ പോയ ആളെയും അറസ്റ്റ് ചെയ്തു. ഒരു മത സർക്കാർ ഏത് രൂപത്തിലായിരിക്കും ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് കാണിക്കുന്ന നീതി എന്നത് ബംഗ്ലാദേശ് ലോകത്തിന് മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. നവംബർ 25 രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ ആചാര്യനെ മുഹമ്മദ് യൂനസ് സർക്കാർ അറസ്റ്റ് ചെയ്യുന്നത്. ഹിന്ദു അഭിഭാഷകർ ഭരണകൂട ഭീഷണികളെ അവഗണിച്ച് കോടതിയിലെത്താൻ തയ്യാറായിരുന്നു. എന്നാൽ ഇവരെ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ് നിലവിൽ. കൂടാതെ ചിന്മയ് കൃഷ്ണദാസിന് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് രമൺ റോയ് ഈ തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള അവസ്ഥയിൽ ICUവിലാണ്. ഇത് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയുള്ള ആക്രമണം എന്നാണ് സൂചനകൾ. കൂടാതെ ചിന്മയ് കൃഷ്ണദാസിന് വേണ്ടി ഹാജരാക്കാൻ സന്നദ്ധരായിരുന്ന 70ഓളം ഹിന്ദു അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ചുമത്തി. ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ സമ്മലിത സനാതനി ജാഗ്രൻ ജോട്ടയാണ്. ഞായറാഴ്ചയാണ് ചിന്മയ് കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ ആക്രമിക്കപ്പെട്ടത്. ഇസ്കോൺ കൊൽക്കത്തയുടെ വക്താവ് രാധാരമൺ ദാസ് ആണ് ക്രൂരമായ ഈ രീതികൾ, ബംഗ്ലാദേശിന്റെ ഈ ക്രൂരതയെ സംബന്ധിക്കുന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ദയവായി അഡ്വക്കേറ്റ് രമൺ റോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. കോടതിയിൽ ചിന്മയ് കൃഷ്ണപ്രഭുവിനെ രക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നും എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്നുമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചത്. ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ വീട് കൊള്ളയടിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ICUവിൽ ജീവന് വേണ്ടി പോരാടുകയാണെന്നും രാധാരാമൻ ദാസ് എക്സിലൂടെ പറഞ്ഞു. എന്നാൽ ഇന്ത്യക്കകത്തുടനീളം വർദ്ധിച്ചു വരുന്ന ഒരു ജനവികാരം നരേന്ദ്രമോദിക്കെതിരെയാണ്. കാരണം നരേന്ദ്രമോദിയുടെ പിടിപ്പുകേട് കൊണ്ടും ബംഗ്ലാദേശിനെ നിലക്കി നിർത്താൻ സാധിക്കാത്ത ഒരു രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ടുമാണ് ഈ ഒരു അവസ്ഥ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുണ്ടാകുന്നത് എന്ന രൂപത്തിലാണ് ബംഗ്ലാദേശിൽ മോദി വിരുദ്ധ വികാരം അണപൊട്ടി ഒഴുകാൻ കാരണം. ഇപ്പോ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇവരെ ഭയപ്പെടുന്നത്? ഇവരെ ഭയപ്പെടുന്നതാണോ അതോ യൂനസ് സർക്കാരിനെതിരെ ഒരു നിലപാടും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയൊക്കെ ഇന്ത്യയിലാണ് ഇപ്പോഴുള്ളത്. മുൻ പ്രധാനമന്ത്രിയാണ് ബംഗ്ലാദേശിന്റെ. അവർക്കടക്കം പൗരത്വം നൽകുകയും മുമ്പ് ഇതുപോലെ ബംഗ്ലാദേശിലെ യുദ്ധം നടന്ന സമയത്ത് ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശികളെ സഹായിച്ച ഒരു രാജ്യം കൂടിയാണ് സ്വതന്ത്ര ഭാരതം. തന്നെയുമല്ല, ലക്ഷക്കണക്കിന് ആളുകളെ പാകിസ്ഥാൻ കൊന്നൊടുക്കിയപ്പോൾ അവരിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വവും കൂടി നൽകിയ രാജ്യമാണ് സ്വതന്ത്ര ഭാരതം. കഴിവുകേട് എന്നുള്ള രീതിയിലാണ് ഇപ്പോ പുതിയ നറേറ്റീവ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോ ഇത് നരേന്ദ്രമോദിയുടെ കഴിവുകേട് എന്നുള്ള രീതിയിലാണ് ഇപ്പോ പുതിയ നറേറ്റീവ് വന്നിരിക്കുന്നത്. ഇതില് അടിസ്ഥാന പ്രശ്നം വളരെ എന്നോടാണോ? മാഷോടാണ് ചോദ്യം. ഓക്കെ, ബാബുട്ടനും ശ്രീ നിയാസും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയമായ വാഗ്വാദങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷം എന്ന കൺസെപ്റ്റിനെ കോൺഗ്രസ് പാർട്ടിയും BJP എന്ന ഭരണകക്ഷിയും എങ്ങനെ കാണുന്നു എന്ന മട്ടിലേക്കാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്ന ഈ ചരിത്ര സന്ദർഭത്തിൽ അവിടെ അതിനനുകൂലമായ അതിനാസ്പദമായ കലാപം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ ആ കലാപം ഉണ്ടാക്കിയിട്ട് സംഭവിക്കാൻ പോകുന്നത് ഏത് രാജ്യത്തിനാണ് അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, അത് എങ്ങനെയാണ് ആത്യന്തികമായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന ജനങ്ങൾ അഭയാർത്ഥികളായി വരുന്നവർക്ക് അഭയം കൊടുക്കുന്നത് താരതമ്യേന ചെറിയ കാര്യമാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഈ കലാപം അനിശ്ചിതമായി പോയാൽ സംഭവിക്കുന്ന ആത്യന്തികമായ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ചർച്ചയ്ക്കിടെ ഒരു മർമ്മമായി തീരണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചേർത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ നിയാസിനോട് നമ്മൾ എങ്ങനെയൊക്കെ തർക്കിച്ചാലും ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആർജവമാണ്, അതിശക്തമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല.
തർക്കിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിന്റെ മറുവശമുണ്ട്. ഞാനിപ്പോ നിയാസ് സമ്മതിക്കേണ്ട, നിയാസിന് പോലും എനിക്കും നിയാസിനും ഞങ്ങൾക്കൊക്കെ ഒരുപോലെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യം, ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ കലാപങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യം പരിഗണിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇന്ത്യയിലെ കാര്യമാണല്ലോ നമ്മൾ തർക്കിക്കുന്നത്. ഇന്ത്യയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയാസിനും എനിക്കും സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയം ഇപ്പോ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ കുറെ നഗരങ്ങളുടെ പേര് പറഞ്ഞിരുന്നത് ഒരിക്കലും തീരാത്ത ആഴ്ചകൾ, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹിന്ദു മുസ്ലിം കലാപത്തിന് കീർത്തി കേട്ട, അതിന്റെ പേരിൽ അപഖ്യാതി നേടിയ നഗരങ്ങളായിട്ടാണ്. എത്രയോ നഗരങ്ങൾ, ജാംഷഡ്പൂർ ആയാലും ഭീവണ്ടി ആയാലും നെല്ലി ആയാലും ഈ അലിഗഡ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആ നഗരങ്ങളുടെ പേരൊക്കെ ചരിത്രത്തിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. കാരണം കലാപങ്ങളുടെ നാട്, കലാപങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന നാടുകളില്ല. അപ്പൊ അതിനർത്ഥം ഈ നേരത്തെ നിയാസ് പറഞ്ഞതുപോലെ പലയിടത്തും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിലോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ പോലുള്ളത് നടക്കുന്നില്ല എന്നല്ല. പക്ഷെ അതൊക്കെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ക്രമസമാധാന പ്രശ്നമായി മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാനും അടിച്ചമർത്താനുമുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നീണ്ടു നിൽക്കുന്ന ഇപ്പൊ 2002 ഇപ്പൊ നിയാസിന് സമ്മതിക്കാൻ പ്രയാസം ഇല്ലാത്തൊരു കാര്യം, 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ഒരു മണിപ്പൂർ കലാപം കേൾക്കുന്നത്. അതിനിടയിൽ അത്തരത്തിലുള്ള കലാപങ്ങൾ, നീണ്ടു നിൽക്കുന്ന കലാപങ്ങൾ, മാസങ്ങൾ നീണ്ട കലാപങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതേസമയത്ത് ആൻസറബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി, ഇതിൽ രണ്ട് പക്ഷം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷത്തിന് അധികാരം ഉണ്ടാകുമ്പോൾ അവർ മറുപടി പറയാനും അത് അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് വർഗീയ കലാപങ്ങളുടെ ഒരു ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നു, ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കുന്നു, ഫ്രീക്വൻസി കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദി ഭരണത്തിന് കൊടുക്കേണ്ട ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണണം. അത് ഒരു ഭാഗം. അതേസമയത്ത് ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൃത്യമായിട്ട് ബംഗ്ലാദേശികളോടൊപ്പം അവരുടെ വിമോചനത്തിന് വേണ്ടി നിന്നതുപോലെ ഇന്നിപ്പോ ആ ബംഗ്ലാദേശ്, നേരത്തെ ബാബുട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഉണ്ടാക്കിയതിനെ നമ്മൾ തന്നെ നിലക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട്. രണ്ട് കാരണങ്ങൾ. അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടയാണ്, ചെറിയ കാര്യമല്ല. ഇപ്പൊ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസിമാര് 19 പേരെ അവിടെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞൊരു, അത് അവിടുത്തെ ദേശീയ പതാകയെ അവമാനിച്ചു എന്നാണ് കേസ്. വേറെ രാജ്യദ്രോഹത്തിന്റെ പേരിൽ അവിടെ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടല്ല. അങ്ങനെ അപമാനിച്ചതിന്റെ പേരിൽ അവിടെ 19 സന്യാസികളെ ജാമ്യം കൊടുക്കാതെ പറയുമ്പോഴെല്ലാം പറയണം, ദേശീയ പതാകയെ അപമാനിച്ചിട്ടില്ല. ഒരു കമ്പിൽ ദേശീയ പതാകയും, ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയും, അതുപോലെ ഇവരുടെ ഹിന്ദു ജാഗരന്റെ ഇവരുടെ ഒരു ചിന്മയ്, ഇവരുടെ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു കൊടിയുണ്ടല്ലോ, അതും ഒരുമിച്ച് കെട്ടി ഈ ഒരു തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. തെറ്റാണെങ്കിൽ അവരെ അനുകൂലിച്ചുകൊണ്ട് നിയമപ്രകാരമുള്ള രേഖകളുമായി രാജ്യം കൊടുത്ത പാസ്പോർട്ടും വിസയുമായി വന്ന 54 സന്യാസിമാരെ അതിർത്തിയിൽ തടഞ്ഞിടുന്നു, കടത്തിവിടുന്നില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനം മുറിച്ചു കടക്കാൻ ബംഗ്ലാദേശിലൂടെ നിരന്തരമായി അനുവദിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും ഇന്ത്യയിലേക്ക് കടക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് സന്യാസിമാർക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ബലമായി തുറന്നുവിടാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. കാണിച്ചാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പിന്തുണക്കുമോ എന്ന ചോദ്യമാണ് ബാബുട്ടൻ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും പിന്തുണക്കണം. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്നല്ല, ഇന്ത്യ ഒന്നാകെ പിന്തുണക്കണം എന്നാണ് എന്റെ നിലപാട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാണ്. രണ്ട്, ഈ തീവ്രവാദികൾക്ക് അന്നം കൊടുക്കുന്ന ആരാണ്? എല്ലാ തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കും അന്നം കൊടുക്കുന്ന ആരാണ്? സൗകര്യം കിട്ടിയാൽ നമ്മുടെ രാജ്യത്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന വ്യക്തി നമുക്ക് ഉണ്ടാവണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ അവിടെ സൗകര്യം പോലെ ബംഗ്ലാദേശിൽ ഉള്ള ഒരു പ്രസ്ഥാനം മാത്രമല്ല, ബംഗ്ലാദേശിൽ അവിടെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഷെയ്ഖ് ഹസീനയെ ഓടിക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമല്ല, പാകിസ്ഥാനിൽ അഹമ്മദിയാക്കളെ, നൂറുകണക്കിന് അഹമ്മദിയാക്കളെ കൂട്ടക്കൊല നടത്തിയ ഒരു ഈ ഇസ്ലാമിലെ തന്നെ വിശ്വാസപരമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറുതല്ല വലുതോ തർക്കിച്ചോട്ടെ, പക്ഷേ വിശ്വാസപരമായി ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന അഹമ്മദിയാക്കളെ കൂട്ടക്കൊല ചെയ്ത് വംശനാശം വരുന്ന ഒരു മൂവ്മെന്റ് മാത്രമല്ല, ജമ്മു കാശ്മീരിലെ ലക്ഷണമൊത്ത തീവ്രവാദ പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ നമ്മുടെ നാട്ടിലുണ്ട്. സൗകര്യം പോലെ, തരാതരം പോലെ ഓരോ സംസ്ഥാനത്തെയും ഡെമോഗ്രാഫി നോക്കിയിട്ട്, രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രം വരാൻ സമയമായോ? സമയമായിട്ടില്ല, ആകുമ്പോൾ പറയാം എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്തുണ്ട്, നമുക്ക് ഓർക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണ ഇവർക്ക് എല്ലാ ഭാഗത്തും ഒന്നും ഉണ്ടാകുന്നുണ്ട്. മതരാഷ്ട്രങ്ങളുടെ, ലോകമെങ്ങുമുള്ള മതരാഷ്ട്രങ്ങളുടെ പണം കിട്ടുന്നുണ്ട്, സാമ്രാജ്യത്വത്തിന്റെ ഒത്താശയും പിന്തുണയും കിട്ടുന്നുണ്ട്. അത്തരം ശക്തികൾ നമ്മുടെ രാജ്യത്തും ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രശ്നമായിട്ട് നിൽക്കണം. ഒന്നാമത്തെ പ്രശ്നം ഞാൻ ആവർത്തിക്കുന്നു, അമേരിക്കയും ചൈനയും ഒരുപോലെ നമ്മുടെ തൊട്ടയൽപക്കത്ത് ഒരു വേലിക്കപ്പുറത്ത്, ആ വേലി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും ഇടക്കുള്ള വേലിയാണ്. ആ വേലിയിൽ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അത് കോക്സ് ബസാർ ആയാലും ശരി, ഇപ്പുറത്ത് സെന്റ് മാർട്ടിൻ ഐലൻഡ് ആയാലും ശരി, ആ രണ്ട് കൊച്ചു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യാവിരുദ്ധമായ രണ്ട് സാമ്രാജ്യത്വ ശക്തികൾ വളർന്നു വരുന്നതിന്റെ ആശങ്ക കൂടി നമുക്ക് കാണാൻ കഴിയണം. ഈ സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിച്ചാൽ മാത്രം മതിയാവില്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ബംഗ്ലാദേശ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ ഇഷ്യൂവില് ദേശീയ ഇവിടെ നരേന്ദ്രമോദി ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നത് പരക്കെ ഇന്ത്യയിൽ ഉടനീളം ഉയർന്നു വരുന്ന ഒരു ജനവികാരമാണ്.
അതിന് മോദി മറുപടി പറഞ്ഞേ പറ്റൂ. 140 കോടി ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുമ്പോൾ ഷെയ്ഖ് ഹസീന എന്ന ഒരു ഭരണാധികാരി, മുൻ ഭരണാധികാരി, ശരി, അയൽ രാജ്യക്കാരി ഒക്കെ, അവരുടെ ജീവന് മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന ചോദ്യവും ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഭാരതത്തിന് മാത്രമല്ല, ലോകത്ത് നാനാഭാഗങ്ങളിലും ഏത് തീവ്രവാദ സംഘടനയെ എടുത്തു നോക്കിയാലും ശരി, ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ആശയം പേറുന്ന സംഘടനകളുണ്ട്. 100 നാട്ടിൽ 1000കണക്കിന് പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം തത്തുല്യം തന്നെ. ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം, കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം. നന്ദി.